ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിധു സി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്. കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ വെജിറ്റേറിയൻ കേക്കാണ്. ഇത് കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മൈദ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ മുട്ട യൂസ് ചെയ്യുന്നില്ല, പിന്നെ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്കിൻ്റെ പേര് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കേക്കാണ്. അപ്പോൾ അത് പേര് പോലെ തന്നെ ഡേറ്റ്സ് ആണ് നമ്മളിതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു 1.25 കപ്പ് പാലിൽ ഇട്ട് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ ഞാൻ ഇട്ട് വെച്ചതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, ഓവൻ യൂസ് ചെയ്യുന്നില്ല. വിത്തൗട്ട് ഓവനിലാണ് നമ്മളിത് ചെയ്യുന്നത്. നന്നായിട്ടത് മിക്സ് ചെയ്യുക. ഈ എണ്ണ ഈ ഡേറ്റ്സിൻ്റെ മിക്സിൽ നന്നായിട്ട് മിക്സ് ആവണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഈ നട്ട്സ് എടുത്ത് വെച്ചതിലൊന്ന് ഇട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റാണ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ നട്ട്സ് നമ്മൾ കേക്ക് ആയി കഴിയുമ്പോൾ ഏറ്റവും അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നട്ട്സിൽ ഒരല്പം മാവ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഈ ഗോതമ്പ് പൊടി, അതായത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കുറേശ്ശെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ നട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ അങ്ങനെ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡിയാണ്. നമുക്കിതിനെ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു റൗണ്ട് ആയിട്ടുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ഒരല്പം ഉപ്പ് വെതറി അതിനകത്തൊരു വയർ മെഷ് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വയ്ക്കുക. എന്നതിന് ശേഷം നമുക്കതിലേക്ക് ഈ കേക്ക് മിക്സ് ഇറക്കി വെച്ച് ഒരു 35-40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ഓവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മുതൽ 40 ഡിഗ്രി വരെ ബേക്ക് ചെയ്തെടുത്താലും മതിയാവും. ഇനി നമുക്കൊരു ആ ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം കേക്ക് വെന്തോ എന്നുള്ളത്. ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് റെഡിയായോ നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തോ നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് പതുക്കെ ഒന്ന് കുത്തി നോക്കിയാൽ മതി.
ഇതിൽ ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കേക്ക് ടിന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഈ കേക്ക് ഒന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കേക്ക് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്